ഹലോ ഫ്ലൈവിലേഴ്സ്, മെർസിഡീസ് ബെൻസ് ഇന്ത്യ അവരുടെ SUV ലൈനപ്പിലേക്ക് രണ്ട് വാഹനങ്ങൾ കൊണ്ടുവന്നേക്കാണ്. ഇത് സിബ്ലിങ്സ് തന്നെയാണ്. ഒന്ന് GLB, ഒന്ന് EQB. ഇത് ഇലക്ട്രിക് ആണെങ്കിൽ ഇത് ICE എഞ്ചിനാണ്. ഇതിലാണെങ്കിൽ പെട്രോളും ഡീസലും വരുന്നുണ്ട്. സോ നമുക്ക് ഈ രണ്ട് വാഹനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാം. വെൽക്കം ടു ഫ്ലൈവീൽ. ഇന്ത്യൻ മാർക്കറ്റിൽ SUVs എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ മാനുഫാക്ചറേഴ്സും SUV ആയിട്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അതിലൊരു മെയിൻ പ്ലെയർ ആണ് മെർസിഡീസ് ബെൻസ്. ആകെ മൊത്തം 13 SUVs ആണ് ഇവർ ലൈനപ്പിൽ എന്നുള്ളത്. അത് G-Wagon മുതൽ GLA വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലേക്കാണ് ഈ GLBs വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ GLB എന്ന് പറഞ്ഞാൽ പുറം മാർക്കറ്റിലൊക്കെ കുറച്ച് മുന്നൊക്കെ ബേബി GLS എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിരുന്നത്. കാരണം 7 സീറ്റർ വേരിയൻ്റ് ആണത്. അപ്പോൾ ആ ഒരു 7 സീറ്റർ വേരിയൻറ്റ് നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാറായിരിക്കും എനിക്ക് പ്രതീക്ഷിക്കാം. അത് ഈ വാഹനമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സെഗ്മെന്റിലേക്കാണ് EQB വരുന്നത്. സ്പേസും എഫിഷ്യൻസിയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡും പിന്നെ അത്യാവശ്യം ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് വാഹനങ്ങൾ വന്നേക്കുന്നത്. നമുക്കിപ്പോൾ ആദ്യം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് അപ്പ് ആയിട്ടുള്ള ഗ്രില്ല്, കാരണം ഇവർക്ക് എയർ സർക്കുലേഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ഹെഡ്ലൈറ്റ്, ഇത് മെർക്കിൻ്റെ ഇതുവരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ കാണുന്നൊരു ഡിസൈനാണിത്. ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. അത് EQSലും GLCയിലും എല്ലാത്തിലും കാണാൻ പറ്റും. EQC സോറി. അപ്പോൾ ഇതിന് നടുക്കൊരു ലോഗോ വന്നേക്കുന്നു, രണ്ട് സ്ലാറ്റ്സ് വന്നേക്കുന്നു, താഴേക്ക് ഈ ഒരു ക്രോം ഇത് വന്നിട്ടുണ്ട് കവേർഡപ്പ് ആയിട്ടുള്ള. ഇറ്റ് ലുക്സ് വെരി നൈസ്. പിന്നെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ട്രാപ്പിസോഡിലായിട്ടുള്ള മെർക്കിൻ്റെ സാധാരണ എല്ലാ വാഹനങ്ങളും കാണുന്ന ഗ്രില്ല്. ഹെഡ്ലൈറ്റ്സ് ആണ് ഡിഫറെൻറ്റ്, വളരെ സ്ക്വയർ ആയിട്ടുള്ള ഹെഡ്ലൈൻസ് ആണ്. ഇത് കുറച്ച് കാലം മുന്നേ ഇറങ്ങിയപ്പോൾ വളരെ ഒരു എനിക്ക് ഇൻഡിവിജ്വലായി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടൊരു ഡിസൈൻ ഫീച്ചർ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നല്ല രസമുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ ഇപ്പോഴത്തേക്ക് ഇച്ചിരി ഡേറ്റഡ് ആയ പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഹൈറ്റ് ഇച്ചിരി ഇതിലാണ് കൂടുതൽ. ഇതിനൊരു മസ്കുലർ സ്റ്റാൻസ് കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻസ് വന്നേക്കുന്നതും ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങുന്നതും. ഇവിടെ കുറച്ചും കൂടെ പ്രോഗ്രസീവ് ആയിട്ടൊരു കേർവി ഡിസൈൻ ലാംഗ്വേജ് ആണ് EQBക്ക് പോയിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് സെയിം ആണ്, സിമിലർ ആണ്, ഒരുപോലത്തെ ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ പോകുന്നത് നമുക്ക് ബാക്ക് വരെ. ഇപ്പോൾ ഇവിടെ സെൻഷ്യൽ പ്യൂരിറ്റി എന്ന് പറഞ്ഞൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ് രണ്ട് വാഹനങ്ങൾക്കും, ഇപ്പോൾ മെർക്കിൻ്റെ എല്ലാ വാഹനങ്ങൾക്കും വന്നത്. അതുകൊണ്ട് സൈഡ് പ്രൊഫൈൽസിൽ എവിടെയും ഒരു ലൈനോ പിന്നെ അങ്ങനത്തെ ഒരു ഇപ്പോൾ ഡൈനാമിക് ലൈൻസ് കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ EQB കുറച്ച് താഴ്ചയാണ്, ഇത് കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതലാണ്. നമുക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഇറ്റ്സ് ജസ്റ്റ് 50 mm വ്യത്യാസമുണ്ട്. പിന്നെ ഇത് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് കുറവും ഇതിന് കൂടുതലുണ്ട്. ഈ വാഹനത്തിന് ഇപ്പോൾ ഇത് AMG ലൈനാണ് വരുന്നത്. രണ്ട് ലൈൻസ് വരുന്നുണ്ട്, AMG ലൈനും പ്രോഗ്രസീവും. ആ AMG ലൈനിൽ വന്നേക്കുന്നതാണെങ്കിൽ 19 ഇഞ്ച് വീൽസ്. 19 ഇഞ്ച് വീൽസ് ആയതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഡ്രൈവിൻ്റെ സമയത്ത് പറഞ്ഞുതരാം. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു 18 ഇഞ്ച് വീൽസ് ആണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള പ്രോപ്പർ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ട ഒരു ഡിസൈൻ ലാംഗ്വേജ്. വേറെ രസമാണ്, രാത്രിയൊക്കെ പോകുന്ന കാണാൻ ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഇവിടെ EQB എന്നുള്ള ലോഗോ കാണാം, ഫോമാറ്റിക്ക്. ഈ ലോഗോൻ്റെ ഫോണ്ടിൽ വ്യത്യാസമുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക്, അത് മെർക്കിൽ. പിന്നെ താഴേക്ക് വന്ന ഇവിടെ ഉണ്ടായിരുന്ന നമ്പർ പ്ലേറ്റ് ഇപ്പോൾ ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ഒരു അപ്പോൾ ഡിസൈനിലൊരു കംപ്ലീഷൻ വന്നു. ഇവിടെ ആയിരുന്നെങ്കിൽ ഈ ഒരു ഡിസൈനിലൊരു ഇൻ്റർഫറൻസ് ആണ്. ബൂട്ട് തുറക്കുന്നു, അത്യാവശ്യം അടുത്ത് നിന്ന് തുറക്കാൻ പറ്റും. ഇതിപ്പോൾ 7 സീറ്റർ വേരിയൻ്റ് ആണ് EQBയും GLBയും വരുന്നത്. ഇപ്പോൾ ഈ 7 സീറ്റർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റും ബൂട്ട് സ്പേസ് ഭയങ്കര കോംപ്രമൈസ്ഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഇരുന്ന് കാണിച്ചു തരാം, അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു 7 സീറ്റർ ആണെന്ന് പറയാൻ പറ്റില്ല. താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരിയും കൂടെ യൂസബിൾ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇവിടെ വെക്കുന്ന നമുക്ക് ബൂട്ട് സ്പേസ് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യം. പിന്നെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ ഇച്ചിരി ഇതിവിടെ റിലീസ് ചെയ്യാൻ അമർത്തിയിട്ട് റിലീസ് ചെയ്യുന്നു. കണ്ടില്ലേ? സോ ദിസ് ഈസ് ദ 7 സീറ്റർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്
നേരത്തെ നമ്മുടെ ജർമ്മനിയിലുള്ള റിവ്യൂ വീഡിയോയിൽ 7 സീറ്റർ ഓപ്ഷൻ ആയിരുന്നില്ല, അപ്പോൾ ആ സ്പേസ് നമുക്ക് മനസ്സിലായിരുന്നില്ല. ഇപ്പം ഇങ്ങനെയാണ് സ്പേസ് വരാം. പിന്നെ ഇതിനൊരു എക്സോസ്റ്റ് പൈപ്പിലാണെന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇവിടെ ഒരു ക്രോം സ്ട്രിപ്സ് വന്നേക്കുന്നു. എക്സോസ്റ്റിൻ്റെ ഒരു ഡിസൈൻ പോലെ കൊടുക്കാനായിട്ട് ഈ രണ്ടറ്റത്തും ഇങ്ങനെ ഒരു സാധനം വെച്ചേക്കുന്നതും. ഇവിടെ ഒരു വൈപ്പർ ഉണ്ട്, മേളിലൊരു ലൈറ്റ് കാണാം. പിന്നെ മേളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള അലുമിനിയം റൂഫ് മൗണ്ടഡ് റെയിൽസ് ഉണ്ട്. അത് ലോഡ് ബാരിംഗ് ആണോ വെച്ചാൽ ലോഡ് ബാരിംഗ് ഒന്നുമല്ല, പക്ഷേ ഇച്ചിരി ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ആ ഒരു SUV സ്റ്റാൻസും SUV ലുക്കും കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഒരു ഡിസൈനിൽ ഇങ്ങനെ ഒരു സാധനം വന്നേക്കുന്നതാണ്. ഇത് രണ്ടും ഈ ഒരു ജോയിനിങ് ഇല്ല. പിന്നെ നമ്പർ പ്ലേറ്റ് ഇവിടെയാണ്, നേരത്തെ അതിന് താഴെയായിരുന്നു. പിന്നെ ഇത് തുറക്കുന്നത് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. സീറ്റ്സിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ഇതും കടുത്തി വെച്ച് കഴിഞ്ഞാലാണ് ഇച്ചിരി സ്പേസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെയാണ് താഴേക്ക് നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്, അത് അതിനകത്തുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിട്ട് വേണ്ടി വെച്ചാണ്. ഇതിന് 2 ട്വിൻ എക്സോസ്റ്റ് വന്നേക്കുന്നു. ഇവിടെ ഒരു ഡിഫ്യൂസർ പോലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജ് നല്ല രസമായിട്ടുണ്ട്. ഇതിലും സെയിം വേറെ സിമിലാരിറ്റീസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. GLB കയറുമ്പോൾ നമുക്ക് സാധാരണ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലുള്ള മെർസിഡീസ് വെഹിക്കിൾസിൻ്റെ ഒരേ ഡിസൈൻ ലാംഗ്വേജ് ആണ്. 2 സ്ക്രീൻ വന്നേക്കുന്നു റൗണ്ട് ആയിട്ടുള്ള. അതായത് അവരുടെ ബേസ് മോഡൽസ് ആയ GLA, GLB, A ക്ലാസ് അങ്ങനത്തെ വേരിയൻസിലാണ് ഇങ്ങനത്തെ റൗണ്ട് ലൈറ്റ്സ് ഇത് വെൻസ് വരുന്നത്. ഇതിൻ്റെ ലേ ഔട്ട്സും എല്ലാം തന്നെ സിമിലർ ആണ്. ആകെപ്പാട് വ്യത്യാസം നോക്കുന്ന ഈ സൈഡിലേക്കാണ് ഇവിടെ ഒരു ഡിസൈൻ ഇങ്ങനെ വന്നേക്കുന്നത്. അതിൻ്റെ മുകളിലൊരു കാർബൺ ഫൈബർ ഫിനിഷ് വന്നേക്കുന്നത്. മുകളിലേക്കൊരു ഡബിൾ സൺറൂഫാണ്. ഇതിൽ ഈ സൈഡ് ഫ്രണ്ടിലത്തെ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റും. സീറ്റ്സ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇതിപ്പോൾ AMG ട്രിം ആയതുകൊണ്ടാണ് ബ്ലാക്ക് സീറ്റ്സും റെഡ് സ്റ്റിച്ചിങ്ങും വന്നേക്കുന്നത്. അതൊരു ഡിസൈനിൽ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഇച്ചിരി ചെറുതാണ്. സാധാരണ മെർക്കിൻ്റെ വെഹിക്കിൾസിന് ഉണ്ടാകുന്ന കുറച്ചും കൂടെ വീതി ഉണ്ടാവലുണ്ട്. ഇത് ഇച്ചിരി എന്താ പറയുക, കുറച്ചും കൂടെ ബേസ് വെഹിക്കിൾ ആയതുകൊണ്ട് കുറച്ചും കൂടെ ചെറുതാണ്. സീറ്റ്സ് ഓവർലി കംഫർട്ടബിളും ടൈറ്റ് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ സീറ്റ്. നമ്മളിപ്പോൾ ഇത്രയും ദൂരം റൈഡ് തന്നു. ഒരു കൊടൈക്കനാലിൽ മധുര വരെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വാഹനങ്ങളും ഡ്രൈവ് ചെയ്തു. സീറ്റ്സ് അപ്പോൾ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പക്ഷേ സസ്പെൻഷൻ ഈ വാഹനത്തിൽ കുറച്ച് സ്റ്റിഫാണ്. പിന്നെ അതിന് ഇച്ചിരി വെയിറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടി സപ്ലൈ ഫീൽ ചെയ്യുന്നത്. നമുക്ക് സീറ്റ്സിൻ്റെ കൺട്രോൾ മൊത്തം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് വന്നിരിക്കുന്നത്. ഇതൊക്കെ AMG ട്രിമിൽ വരുന്ന പാക്കേജിൽ വരുന്ന ഡിസൈൻസ് ആണ്. പിന്നെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് വളരെ സുഖത്തിൽ പിടിക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ്. ഇതിപ്പോൾ നമ്മൾ ഓൺ ആയി കഴിഞ്ഞാൽ സീറ്റ് ഞാൻ നേരത്തെ വെച്ച രീതിയിലേക്ക് വന്നിരിക്കുന്നു. പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ്. പക്ഷേ വേറെ ഡിസൈൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ റീഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ AC വെൻസ് വന്നിട്ടുണ്ട്. താഴെ ഒരു USB പോർട്ട്, ഒറ്റ USB പോർട്ടേ വന്നിട്ടുള്ളൂ. പിന്നെ ഇവിടെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സിന് തൈ സപ്പോർട്ട് ഇച്ചിരി കുറവാണ്. കാല് നീട്ടി വെക്കാൻ പറ്റുമെന്ന് വെച്ചാൽ സീറ്റിൻ്റെ അടിയിലേക്ക് വെക്കണം. പക്ഷെ എന്നാലും സീറ്റിൻ്റെ ഈ ഭാഗം ഇച്ചിരി വീതി കുറഞ്ഞ പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ്സിന് അത്രയും കംഫർട്ടബിൾ ആയിക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഏറ്റവും ബാക്ക് റോ ആയ 3rd റോയിലും കൂടെ കയറി വെക്കാം. അത് കയറുന്ന തന്നെ ഒരു രസമാണ്. 3rd റോ സീറ്റിലേക്ക് കയറാൻ ഇവിടെ ഒരു ഇതുണ്ട്. ഇത് വലിച്ച് ഇങ്ങനെ ആക്കി വെക്കുന്നു. പിന്നെ സീറ്റ് ഫുള്ള് ഫ്രണ്ടിലേക്ക് ആക്കി. ഇത്രേ ആവുള്ളൂ. ഇനി വേണം കയറാനായിട്ട്. ഇവിടെ കയറി ഇവിടെ ഒരു പെട്ടി ഇരിപ്പുണ്ടാവും, മാറ്റി വെക്കട്ടെ. കയറിയിട്ട് അയ്യാ
കയറി ഇരുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഫുൾ സൈസ് അഡൾട്ടിന് ഇരിക്കാൻ പറ്റുന്നൊരു സീറ്റ് അല്ല ഇത്. കിഡ്സിനാണെന്ന് പറഞ്ഞാലും പ്രീ ടീൻസിന് അവർ ഇതിൽ വരെ പറഞ്ഞു, പക്ഷേ പിള്ളേർക്ക് ഇരുന്നാൽ വരെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ മുട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇതിപ്പോൾ സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കിയാലും അൺകംഫർട്ടബിൾ ആയിരിക്കും. എന്തായാലും തേർഡ് റോ സീറ്റ് ഇസ് വെരി ഇംപ്രാക്ടിക്കൽ. അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ പെറ്റ്സ് അങ്ങനത്തെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ പിള്ളേർ, വളരെ ചെറിയ പിള്ളേർ, അങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് നോട്ട് ഓൾ കംഫർട്ടബിൾ ഫോർ എനി വൺ അബവ് ദി അഡൾട്ട് ഏജ് ലൈൻ. ഇനി ഇറങ്ങാനാണെങ്കിലും ഇച്ചിരി ടൈറ്റാണ്. അയ്യാ, എന്നെ പോലത്തെ വലിപ്പമുള്ള ആൾക്ക് എന്തായാലും ബാക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എൻ്റെ ബേസിക് സീറ്റാണ്. ഇതിൽ വരെ വെച്ചാലും നമ്മുടെ കാല് തട്ടും. പക്ഷേ ഇങ്ങനെ സീറ്റ് ഫ്രണ്ടിലേക്കാക്കി വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് റോയിൽ ഇരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടുമാണ്. സോ ഇതൊരു 7 സീറ്റർ എന്ന് പറഞ്ഞാലും പ്രാക്ടിക്കലി ദിസ് എ ഫൈവ്. ഡിഫറൻസ് ഉണ്ട്. കുറച്ചുകൂടെ വലുതാണ്, കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒന്നും തന്നെ ഡിഫറെൻ്റ് ഇല്ല. പിന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം സ്റ്റാർട്ട് ചെയ്ത് വച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ പേശി ഇട്ടിരിക്കുന്നു, അതിൻ്റെ ഒരു സുഖമുണ്ട്. എല്ലാം തന്നെ സിമിലറാണ്. സീറ്റ്സ് ഇതിപ്പോൾ അതിൽ AMG ലൈൻ ആയതുകൊണ്ടാണ് ആ സീറ്റിൽ റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്, സൈഡ് ബോൾസ്റ്റേഴ്സും ആ ഒരു സ്പെസിഫിക് സീറ്റ് വന്നേക്കുന്നത്. പക്ഷേ പ്രോഗ്രസീവിൽ ഇത് ഏകദേശം ഇതുപോലത്തെ സീറ്റ് തന്നെയാണ്. അത്യാവശ്യം കംഫർട്ടബിൾ സീറ്റ്സ് തന്നെ അതിലും. അത്യാവശ്യം നല്ല സൈഡിൽ നിന്ന് പിടിക്കുന്നുണ്ട്. നമ്മളിന്ന് ഞാനും വിവേകുമായിരുന്നു. അപ്പോൾ കൊടൈക്കനാലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു ചുരം ഗാർഡ് സെക്ഷനിൽ അത്യാവശ്യം നല്ലപോലെ വണ്ടീനെ പുഷ് ചെയ്ത് എത്രത്തോളം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നോക്കി. ഇപ്പോൾ ആ വാഹനം ഫോർമാറ്റിക് ആണ്. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിലത്തെ മോട്ടറാണ്, 2 മോട്ടറുണ്ട്, 2 ആക്സിലും മോട്ടറുണ്ട്. അത് ബാക്കിലത്തെ മോട്ടറാണ് ഏറ്റവും കൂടുതൽ റണ്ണാവുന്നത്. ആവശ്യമുള്ള പോലെ ഫ്രണ്ടിലത്തെ മോട്ടർ വർക്ക് ആവലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ടെയിൽ ഹാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ തിരിക്കുമ്പോൾ ഒക്കെ കുറച്ചൊന്ന് ഇതാവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് നോർമലി, ആവശ്യമുള്ളപ്പോൾ റയർ വീൽ ഡ്രൈവ് ആവും. രണ്ടും ഓൾ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ആണെങ്കിലും വെരി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്. അത് ഓടിക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഇത് ഇലക്ട്രിക് ആയതിൻ്റെ പവർ ഡെലിവറിയിൽ ഒരു വ്യത്യാസമുണ്ട്. അത് സാധാരണ IC എഞ്ചിൻ ആയതിൻ്റെ പിന്നെ ഒരു ഗിയർ ബോക്സിൻ്റെ ലാഗും കാര്യങ്ങളും അതുണ്ട്. പിന്നെ ഇതിൻ്റെ റീജൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഡ്രൈവിൻ്റെ കാര്യത്തിൽ പറഞ്ഞുതരാം. ഇനി നമുക്ക് സെക്കൻഡ് സീറ്റിലൂടെ ഇരുന്ന് നോക്കാം. എന്തായാലും ഇതിന് തേർഡ് സീറ്റിലേക്ക് ഇരുന്ന് കാണിക്കുന്നില്ല. പിന്നെ സെക്കൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇവിടെ സീറ്റ് ഇത്രയും ബാക്കിലേക്ക് പോകും, ഇത്രയും ഫ്രണ്ടിലേക്കും വരും. അതുപോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. ഇതും സീറ്റ് അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ഇച്ചിരി കുറവാണ്, പക്ഷേ ബാക്കിലേക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ട്. ഈ സീറ്റും നമുക്ക് ബാക്കിലേക്ക് കുറച്ചും കൂടെ റിക്ലൈൻ ചെയ്യാൻ പറ്റും, ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റും. അത് റിക്ലൈൻ ഇതിനും അതുപോലെ തന്നെ സെയിം സൺറൂഫും കാര്യങ്ങളും. പിന്നെ വന്നേക്കുന്നൊരു മെയിൻ വ്യത്യാസം ഈ ഒരു ട്രിമ്മാണ്, ഈ ഒരു റോസ് ഗോൾഡ് ഫിനിഷ്. അത് ഈ EQBൻ്റെ ഫ്രണ്ടിലുള്ള AC വെന്റിലും കാണാൻ പറ്റും. അത് ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആയതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഈ റോസ് ഗോൾഡ് ഫിറ്റിങ്സ് വന്നിട്ടുള്ളത്. അത് ഫ്രണ്ടിലും കാണാം, ഈ സീറ്റ്സിൽ കാണാം, സ്റ്റിച്ചിൽ കാണാം, ചെറിയ വ്യത്യാസങ്ങൾ. ഇതിൻ്റെ ബാക്ക് സീറ്റും സിമിലർ, ഒരേപോലെ തന്നെ കയറുന്നത്. ഇവിടെ ഒരു പുള്ളി എന്ന സാധനം ഉണ്ട്. ഇത് പുള്ളി ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് ആക്കുക, എന്നിട്ട് കയറുക. ഇതും വെരി ടൈറ്റ്, ഒരു അഡൾട്ടിന് ഇരിക്കാൻ പറ്റുന്നൊരു സൈസ് അല്ല അത്. പിന്നെ അവർ പറയുന്നു ഇറ്റ്സ് നോട്ട് ഫോർ ദാറ്റ് എന്നുള്ളത്. ഇവിടെ ഒരു നടുക്ക് ഇതും വന്നിട്ടുണ്ട്. ഇതിൻ്റെ തുറന്നു കഴിഞ്ഞാൽ കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. ഇതാണ് മെയിനായിട്ട് ഈ രണ്ടിൻ്റെയും ഇൻറ്റീരിയേഴ്സ്. ഇനിയാണ് നമുക്ക്
വേരിയൻസ് വരുന്നുണ്ട്. ഒന്ന് സാധാരണ 220D എന്ന് പറയുന്നതും പിന്നെ ഒന്ന് 220D ഫോർമാറ്റിക്കും. ഫോർമാറ്റിക് ഓപ്ഷനാണ് നമ്മൾ ഇപ്പോൾ ഓടിക്കുന്നത്. ഫോർമാറ്റിക്കിൽ തന്നെ AMG ലൈൻ ആണ് നമ്മൾ ഓടിക്കുന്നത്. AMG ലൈൻ കൂടാണ്ട് പ്രോഗ്രസ് ലൈനുകളുണ്ട്, അത് കുറച്ച് താഴെ. അതിന് കുറച്ച് ട്രിമ്മിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. മെയിനായിട്ട് വീൽസ്, പിന്നെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഡിസൈൻ ഗ്രില്ല് മാറുന്നുണ്ട്. അങ്ങനെ കുറച്ച് ബേസിക് ഡിഫറൻസസ്. പിന്നെ മെയിനായിട്ട് ഈ സീറ്റിലുള്ള ഈ സ്റ്റിച്ചിങ്ങും ഈ കാര്യങ്ങളും ആണ് AMGയും പ്രോഗ്രസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസസ്. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ 19 ഇഞ്ചിനേക്കാളും നല്ലത് ശരിക്കും പറയുക പ്രോഗ്രസിനകത്തുള്ള 18 ഇഞ്ചസ് തന്നെയാണ്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ എഞ്ചിൻ. ഇതിനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്, ടർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. ഇപ്പോൾ ഈ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 140 കിലോ വാട്ട്സും പിന്നെ 400 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ്. പെട്രോൾ എഞ്ചിനാകുമ്പോൾ അത് 120 കിലോ വാട്ടും 250 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്. അതിൽ ഡീസൽ എഞ്ചിനാണ് കുറച്ചും കൂടെ ആക്സലറേഷൻ കൂടുതൽ, കാരണം 7.1 സെക്കൻഡ്സിൽ 100 എത്തും, മറ്റേത് 9.5 സെക്കൻഡ്സ് എടുക്കും. ഇതാണ് പെർഫോമൻസിലുള്ള വ്യത്യാസം. എഞ്ചിൻ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ്. ഇത് ബാക്കിയുള്ള വെഹിക്കിൾസിലുള്ള 220 വെഹിക്കിൾസിലുള്ള സെയിം എഞ്ചിൻ തന്നെയാണിത്. വെരി നൈസ്, വെരി റിഫൈൻഡ്, അത്യാവശ്യം നല്ല കേപ്പബിൾ ആണ്, പവർഫുൾ ആണ്, സ്ട്രോങ് ആണ്, റിലയബിൾ ആണ്. ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ സെയിം ഗിയർ ബോക്സ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗിയർ ബോക്സിന്റെ ഒരു മെയിൻ പ്രശ്നം, ഇതിലൊരു ലാഗ് ഉണ്ട്. ആ ലാഗ് ഒരു 1 സെക്കൻഡ് ഡൗൺ ഷിഫ്റ്റിനുള്ളൊരു ലാഗ് ഉണ്ട്. നമ്മൾ ആക്സിലേറ്റ് ചെയ്ത് പുറത്തേക്ക് വരാൻ നോക്കുമ്പോൾ ഒരു ലാഗ് ഉണ്ട്. അതിന് നമുക്ക് ത്രോട്ടിൽ ചെയ്ത് പിടിച്ച് കൺട്രോൾ ചെയ്ത് വെക്കണം. ഇതാണ് മെയിൻ ഒരു ഡിഫറൻസ്. പെട്രോൾ എഞ്ചിനിൽ ഒരു മെയിൻ വേറൊരു വ്യത്യാസം വന്നേക്കുന്നത് എന്താ വെച്ചാൽ, എഫിഷ്യൻസി കൂട്ടാനായിട്ട് നമ്മൾ ആവശ്യമില്ലാത്ത സമയം അതിൻ്റെ 4 സിലിണ്ടറിൽ നിന്ന് 2 സിലിണ്ടർ ഓഫ് ആയിട്ട് 2 സിലിണ്ടർ എഞ്ചിനായിട്ട് അത് വർക്ക് ചെയ്യും. അത് നമുക്ക് മാക്സിമം എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് എഫിഷ്യൻസി ഫിഗേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിന് ഏകദേശം നമുക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കൊടൈക്കനാൽ നിന്ന് മധുര വരെയാണ് ഓടിച്ചത്. ഏകദേശം 120 കിലോമീറ്ററോളം ഉണ്ട്. 120 കിലോമീറ്ററിൽ നമുക്ക് അത്യാവശ്യം നല്ല ത്രോട്ടിൽ ചെയ്ത് നമ്മൾ നല്ല സ്പീഡിലാണ് വന്നത്. അപ്പോൾ എഫിഷ്യൻസി എന്തായാലും കുറവുണ്ട്. എന്നാലും തന്നെ നമുക്ക് ഏകദേശം 10 കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടിയിട്ടുണ്ട്. EQBയിലും നമുക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്, കാരണം ഡൗൺ ഹിൽ ആയതുകൊണ്ട് റീജനറേറ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കംഫർട്ട് ഭാഗത്തേക്ക് നോക്കാം. സീറ്റ്സ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഇതിപ്പോൾ AMG ലൈൻ ആയതുകൊണ്ട് അത്യാവശ്യം സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിലും ട്രിമ്മിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ സ്റ്റിയറിംഗ് വന്നേക്കുന്നതും വെരി കംഫർട്ടബിൾ, നല്ല ബീഫി സ്റ്റിയറിംഗ് ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞ നല്ല ബീഫി സ്റ്റിയറിംഗ്സ് ആണ് ഓടിക്കാനൊക്കെ എളുപ്പം. നമുക്ക് കൈക്ക് ഒരു സുഖം കിട്ടുന്നതും. ആകെ മൊത്തം വെരി നൈസ്, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, ആംബിയൻസ് ആണ് അകത്ത്. ഐ വെരി മച്ച് ലൈക്ക് ഇറ്റ്. ഇപ്പോൾ മെർക്കിൻ്റെ ഈ ഒരു സീരീസിലുള്ള ഡിഫറൻസ് ഇല്ലായ്മ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ ലെതർ ട്രിം ഇവിടെ വരാത്ത ഒരു വ്യത്യാസമുണ്ട് EQB തമ്മിൽ. ഞാൻ അവിടെ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഡയമെൻഷൻസിൻ്റെ കാര്യത്തിൽ ഈ വാഹനത്തിന് ഇച്ചിരി ഹൈറ്റ് കൂടുതലുണ്ട്, വിഡ്ത്ത് കൂടുതലുണ്ട്. പക്ഷേ EQBക്ക് ലെങ്ത്തും കൂടുതലുണ്ട്. ഇതൊക്കെ ഒരു 50 mm ഡിഫറൻസുകളുള്ളൂ കേട്ടോ. അതൊക്കെ നേരിട്ട് കണ്ടാൽ ആ ഒരു വെരി സ്മോൾ ഡിഫറൻസ്. പിന്നെ ഇതിന് ബോണറ്റിൽ കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതല, അതിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് കുറച്ച് താഴ്ന്നിട്ടായിരിക്കുന്നത്. പിന്നെ സസ്പെൻഷൻ ഇതിന് കുറച്ചും കൂടെ സ്റ്റിഫർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഹാൻഡ്ലിങ്ങിൻ്റെ വിഭാഗത്തിൽ വെരി നൈസ്. നമ്മളിപ്പോൾ ചുരം താഴേക്ക് ഇറങ്ങിയപ്പോൾ വെരി ഹാൻഡ്ലിങ്, അത് നല്ലൊരു പ്രിസൈസ് ഹാൻഡ്ലിംഗ് ആണ്, നല്ല ഒരു കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. കുറച്ചും കൂടെ പുഷ് ചെയ്യാൻ തോന്നിക്കുന്നുണ്ട്. EQBയും പുഷ് ചെയ്യാൻ തോന്നിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടെ സപ്പിളാണ്. പിന്നെ വെയിറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ, അതിന് ഏകദേശം 400 കിലോ കൂടുതലുണ്ട് ഈ വാഹനത്തെക്കാട്ടിലും, കാരണം ആ ബാറ്ററിയുടെ വെയിറ്റ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ സ്റ്റിഫർ ആയതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് സിറ്റിയിൽ എന്താ അനുഭവപ്പെടും. വേറൊരു കംപ്ലയിൻസ് എന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ബാക്ക് സീറ്റ് തന്നെയാണ്. ബാക്ക് സീറ്റ് ശരിക്കും പറയാ വെച്ചാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നൊരു വാഹനമാണ് GLB, ഒരു 7 സീറ്റർ വെഹിക്കിളായിട്ട്. പക്ഷേ ഇതിൻ്റെ ഡയമെൻഷൻ ശരിക്കും പറയാ വെച്ചാൽ GLCയുടെ ഏകദേശം ആ ഒരു സെയിം ഡയമെൻഷൻ തന്നെയാണ്. അതിലാണ് ഈ ഒരു 3rd സീറ്റിനെ അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഒക്കെ വരും. അപ്പോൾ അത്ര സ്പേസേ ഉള്ളൂ. ബാക്കിലത്തെ 3rd റോ സീറ്റ് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലും പിന്നെ ചെറിയ കുട്ടികൾക്ക് ഇരിക്കാനും മാത്രമേ പറ്റുള്ളൂ. വേറെ ആർക്കും പറ്റൂല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പാഡിൽ ഷിഫ്റ്റഡിലാണ് മെയിൻ്റെ റീജൻ സെലക്ട് ചെയ്യുന്നത്. ഞാൻ റീജനിൽ തുടങ്ങാൻ കാരണം ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ മെയിൻ ആൾക്കാർക്ക് മനസ്സിലാവാത്തൊരു സാധനം റീജനാണ്. ഇതിനിപ്പോൾ റീജൻ നമുക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാറ്ററിയിലേക്കുള്ള ചാർജിങ് കൂടും. നമ്മളിപ്പോൾ റീജൻ ഇപ്പോൾ സിറ്റി ട്രാഫിക്കിൽ സിംഗിൾ പെഡൽ ഡ്രൈവിങ്ങിന് ഉപയോഗിക്കാനായിട്ട് നമ്മൾ റീജൻ മാക്സിമം കൂട്ടിയിടുക. അപ്പോൾ നമുക്ക് ഒറ്റ പെഡലിൽ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫുൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും, കുറച്ചും കൂടി സമയം എടുത്തിട്ട്. പക്ഷേ
അത്യാവശ്യം നല്ല സ്പീഡുള്ളപ്പോൾ ഫുൾ റീജിയനിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് സിറ്റി ട്രാഫിക്കിൽ നമ്മൾ ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ റീജിയൻ കുറച്ച് വെക്കുന്ന നല്ലതും. കാരണം നമുക്ക് കുറച്ചുകൂടെ സുഖം കിട്ടാൻ അതൊക്കെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ റീജിയൻ മാക്സിമത്തിലും അല്ലെങ്കിൽ ഒരു മീഡിയത്തിലും വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെഹിക്കിൾ ചാർജ് ആയിക്കൊണ്ടിരിക്കാനായിട്ട് സിറ്റി ട്രാഫിക്കാണ് യൂസ് വരിക. അതെവിടെയാണ് സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ശരിക്കും റീജിയനെ കുറിച്ചും ഇങ്ങനത്തെ യൂസേജിനെ കുറിച്ചും നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മുടെ GLB നമ്മൾ ജേർണൽ ചെയ്ത എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് അവിടെ കൊടുക്കാം, അത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. അപ്പോൾ EQB കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇക്കായിൽ തരുന്നുണ്ട് ഡിസൈനിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള കാര്യത്തിലും. പിന്നെ ഇതിൻ്റെ പവറിനെ കുറിച്ചാണ്. ഈ വാഹനം ഏകദേശം 460 Nm ടോർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. ഇത് 2 വീലിൽ മോട്ടർ ഉണ്ട്. പ്രിഡോമിനൻ്റ്ലി ഇതിൻ്റെ റെയർ വീൽ മോട്ടറാണ് വർക്ക് ആവുന്നത്. ആവശ്യത്തിനനുസരിച്ച് ഫ്രണ്ട് വീൽ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് രണ്ടും ഡ്രൈവ് ചെയ്യുമ്പോൾ ആ മെയിൻ ഒരു ഡിഫറൻസും ഡൈനാമിക്സിലും നമുക്ക് തിരിച്ചറിയുന്നത് ഇതൊരു റെയർ വീൽ ഡ്രൈവ് സെൻട്രിക്കും അതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് സെൻട്രിക്കാണ്. GLB ഉള്ളിലുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ സിമിലർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്ക്രീനിൽ ഡിഫറൻസ് ഉണ്ട്, പക്ഷേ സ്ക്രീനിൽ ഡിഫറൻസ് അല്ല ശരിക്കും. അത് ആ ആപ്പിൾ കാർപ്ലേ പ്ലേ ആവുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അത് കുറച്ചും കൂടെ പ്രീവിയസ് ജനറേഷനും ഇത് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് ആ ഫുൾ സ്ക്രീൻ ആവുന്നതിൽ വ്യത്യാസമുണ്ട്. അതായിരുന്നു നമ്മൾ കണ്ടത്. പിന്നെ ഇതിൽ ഉണ്ടാകുന്ന ട്രിമ്മിലുള്ളതൊക്കെ റോസ് ഗോൾഡ് ഇവിടെ വന്നേക്കുന്നതും. പിന്നെ ഇതിൻ്റെ താക്കോലാണ് എനിക്ക് ശരിക്കും പറയാച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. വളരെ ഹൈ ക്വാളിറ്റിയാണ് താക്കോൽ. കണ്ട റീജിയൻ ഞാൻ ഇപ്പോൾ കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ആവുന്നില്ല, ആവും അതുകൊണ്ട് കഴിഞ്ഞിട്ട്, പക്ഷേ കാലെടുത്തുണ്ടാവും. വെരി ഹൈ ക്വാളിറ്റി. അതിൻ്റെ താക്കോൽ കുറച്ചും കൂടെ ഒരു പ്ലാസ്റ്റിക്കി ഫീലാണ്. ദിസ് ഇസ് നൈസ് ആൻഡ് റിച്ച് ആൻഡ് റോസ് ഗോൾഡ് ഫിനിഷ് കൂടെ വന്നപ്പോൾ ലുക്സ് വെരി നൈസ്. പിന്നെ സ്റ്റിയറിംഗ് അതും ഇതും സെയിം തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ ആ റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളും വന്നിട്ടില്ല. പിടിക്കാനും സുഖമുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. ആ ബാക്കിയുള്ള എർഗണോമിക്സും കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. വന്നേക്കുന്ന ട്രിമ്മ്, പിന്നെ ഈ ഡാഷ്ബോർഡിൽ വന്നേക്കുന്ന ഈ ഒരു ലെതർ ഫിനിഷാണ് മെയിനായിട്ട് ട്രിം ഡിഫറൻസ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ മേളിൽ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈൻ ഡിഫറൻസും അതിന് വന്നിരിക്കുന്ന ഒരു കാർബൺ ഫൈബർ ഫിനിഷ് ആണെങ്കിൽ ഇതിലൊരു വേറൊരു ഡിഫറൻസ്. ഇതിലും മറ്റേ സെയിം 2 സൺറൂഫ്സ് വരുന്നുണ്ട്. ഇറ്റ്സ് വെരി നൈസ്. ബാക്കിൽ ഇരുന്നാലും നമുക്ക് അത്യാവശ്യം ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ഇട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. സീറ്റ്സ് വെരി കംഫർട്ടബിൾ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു, എനിക്ക് ഇച്ചിരി തടിയുള്ളതുകൊണ്ടാണ് ഇവിടെ ഇച്ചിരി തട്ടുന്നുണ്ട്. പക്ഷേ അതൊരു സാധാരണ ഒരാൾക്ക് അതൊരു വിഷയം വരുന്ന കാര്യമില്ല. പിന്നെ ഇതിൻ്റെ എഫിഷ്യൻസിയുടെ ഭാഗമാണ്. എഫിഷ്യൻസി നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 450 km ആണ് റേഞ്ച് കാണിച്ചിരുന്നത്, 458 km. പക്ഷേ നമ്മളുടെ ഡൗൺ ഹിൽ നമ്മൾ അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി സ്പീഡിലേക്കാണ് വന്നത്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ പകുതിനേക്കാളും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ചാർജ് കുറഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ അത് ആ റീജിയൻ ഒന്നും നമുക്ക് മര്യാദയ്ക്ക് ആക്ടിവേറ്റ് ആവാൻ പറ്റാത്തതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് ഞാൻ വേറൊരു ഇലക്ട്രിക് വണ്ടിയിൽ കാണാത്തൊരു കാര്യമാണ്. അത് ഞാനും വിവേകും ശ്രദ്ധിച്ചു. അതായത് നമ്മളിപ്പോൾ മാക്സിമം റീജിയനിൽ വെച്ചതിന് ശേഷം ഓട്ടോമാറ്റിക് ഒരു മോട്ടറിൽ തന്നെ ഒരു ബ്രേക്കിംഗ് ഉണ്ടല്ലോ. അത് കൂടാണ്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ അത് ഫ്രിക്ഷൻ ബ്രേക്കിംഗ് ആണ്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ്, ആ ഒരു ഗ്രാജുവൽ ഡിഫറൻസ് നമുക്ക് സാധാരണ ഇലക്ട്രിക് വണ്ടികൾ നമ്മൾ ഫീൽ ചെയ്യാറില്ല. പ്രത്യേകിച്ചും ഞാനിപ്പോൾ ഓടിച്ചിട്ടുള്ള ബാക്കി ഒരു കാര്യത്തിലും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ലാഗ് ഉള്ള പോലെയും തോന്നിക്കുന്നു. അത് അത്രയും ഹൈ പെർഫോമൻസിൽ നമ്മളിപ്പോൾ ചുരം ഇറങ്ങി വന്നപ്പോൾ അത്രയും മാത്രം നമുക്ക് ബ്രേക്ക് ഔട്ട്. ഞാൻ ഫുൾ റീജിയനിലാണ് വണ്ടി ഓടിച്ചതും. ആ ഒരു ഡിഫറൻസ് ഞാൻ ഫുൾ റീജിയനിലും ഏറ്റവും കുറവ് റീജിയനിലും ഓടിച്ചു നോക്കി. അപ്പോൾ ആ ഡിഫറൻസ് ആ ഫുൾ റീജിയനിലുള്ളപ്പോൾ ബ്രേക്കിങ്ങിൽ ഒരു ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് എവിടേക്കോ കട്ടാവുന്ന പോലെ ഒരു ഫീലിംഗ്. പക്ഷേ വണ്ടി നിൽക്കായിക്കൊന്നുമില്ല കേട്ടോ. പക്ഷേ ആ ഒരു ചെറിയൊരു മില്ലി സെക്കൻഡിൽ നമുക്ക് ആ ഫ്രിക്ഷൻ ബ്രേക്കിങ്ങിലേക്ക് കടക്കുന്നത് നമുക്ക് ശരിക്കും തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഈ വാഹനത്തിലും പുതിയ GLBയിലും പിന്നെ പുതിയ മെർസിഡീസിൻ്റെ MBUX യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് വരുന്നത്. ഇറ്റ്സ് വെരി നൈസ്. നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. വളരെ ഇൻട്രാക്റ്റീവ് ആണ്. പിന്നെ ഹലോ മെർസിഡീസ് എന്ന് പറയുന്ന വോയിസ് കമാൻഡ്സും ഉണ്ട്. ഹലോ മെർസിഡീസ്. നമ്മൾ പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഹലോ മെർസിഡീസ് പറയുമ്പോൾ സാധനം ആക്ടിവേറ്റ് ആവുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിന് UI-ലുള്ള ഇതൊക്കെ നമ്മൾ കുറേ കാണിച്ചിട്ടുള്ള ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ റീജിയൻ ബ്രേക്കിംഗാണ്. നമ്മളിപ്പോൾ ആ ഫ്രിക്ഷൻ ബ്രേക്കിംഗ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ആ ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് മെർക്കിൻ്റെ വെഹിക്കിൾസിലാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് EQSലും ഉണ്ടായിരുന്നു, ഇതിലും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ വെച്ചാൽ ആദ്യം EQCയിൽ അത് ഫീൽ ചെയ്തപ്പോൾ വിചാരിച്ചത് പ്ലാറ്റ്ഫോമിലാണ്. പക്ഷേ നോ, ദിസ് ഇസ് സംതിങ്. അത് കുറച്ചും കൂടെ ഒരു അയൺ ഔട്ട് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും ഡൈനാമിക്സും ആണ് വെരി നൈസ്. അത് വെരി ഗുഡ് ഹാൻഡ്ലർ. 2 വെഹിക്കിൾസും വെരി ഗുഡ് ഹാൻഡ്ലർ എന്ന് തന്നെ പറയാം. നമ്മൾ ഇത്രയും മാത്രം പുഷ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയും
ഷുവർ ഫുട്ടായിട്ട് നമുക്ക് ഒന്നും മിസ് ചെയ്യാനൊന്നും തോന്നുന്നില്ല. നമുക്ക് വളരെ കോൺഫിഡൻറ്റ് ഇൻസ്പയറിംഗ് ആയിട്ട് തന്നെ പോകാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് സ്പീഡ് 160 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ചുകൂടെ കയറും. അത് എനിക്കിന്ന് 180 വരെ എനിക്ക് എത്താനുള്ളൊരു ഗ്യാപ്പ് കിട്ടി. പക്ഷേ അവിടെ ഞാൻ പറയുന്നത് കേട്ടോ 200 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് ക്യാൻ ഗോ മോർ ദാൻ ദാറ്റ്. പക്ഷേ ഇത് 160 ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട്. ഇതിൻ്റെയാണ് കുറച്ചും കൂടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ അത് 19 ഇഞ്ച് ആയതിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും. അതിൻ്റെ 18 ഇഞ്ച് ഓടിച്ചാലേ മനസ്സിലാവുള്ളൂ. പക്ഷേ ഇത് വെയിറ്റ് കൂടുതലുണ്ടായിട്ടും ആ സസ്പെൻഷൻ മര്യാദയ്ക്ക് ട്യൂൺ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ 18 ഇഞ്ചിൽ കുറച്ചും കൂടെ സപ്പിളാണ്, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് യാത്ര ചെയ്യാൻ. ഞാൻ നേരത്തെ GLB ഓടിച്ചപ്പോൾ പറഞ്ഞല്ലോ ഡയമെൻഷൻസിൽ വ്യത്യാസമുണ്ടെന്ന്. ഇതിൻ്റെ ലെങ്ത്ത് കൂടുതൽ വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ബമ്പറിൽ, ഇപ്പോൾ ഇതിൻ്റെ ബമ്പറിലേക്കാണല്ലോ നമ്പർ പ്ലേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വന്നതിൻ്റെ പേരിൽ ബമ്പറിൽ ചെറിയൊരു ഇലോങ്കേഷൻ വന്നിട്ടുണ്ട്. അതാണ് ആ ലെങ്ത്ത് കൂടാനുള്ള കാരണം. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയാൻ കാരണം താഴെയാണ് ബാറ്ററി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് കുറയാൻ കാരണം ഇത് കുറച്ചും കൂടെ ഹൈറ്റ് താഴ്ത്തിയിട്ടുള്ള വണ്ടിയാണ്, കുറച്ചും കൂടെ നിലത്തോട് പതിഞ്ഞിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെയാണ് ഹൈറ്റ് ഡിഫറൻസ്. പിന്നെ വിടുത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് കുറച്ചും കൂടെ ഇത് ചെറുതായ പോലെ ഉണ്ട്. ഇത് കുറച്ചും കൂടെ കോൺടൂർഡ് ആയതുകൊണ്ടായിരിക്കണം അത് കുറച്ചുകൂടെ ഇങ്ങനെയാണ്. സോ ദാറ്റ് മേ ബി ദ ഡിഫറൻസ്. പക്ഷേ ഇതൊക്കെ വളരെ ചെറിയ ചെറിയ ഡിഫറൻസസ് ആണ്. സോ ഇതായിരുന്നു ആകെ മൊത്തം ഒരു വണ്ടിയുടെ ഫീലും കാര്യങ്ങളും. ഇതിൻ്റെ പ്രൈസ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നു GLB ഏകദേശം ഒരു 60 to 65 റേഞ്ചിലായിരിക്കും. ഇതൊരു 85 to 90 അല്ലെങ്കിൽ 80 to 90 ആ ഒരു കാറ്റഗറിയിലായിരിക്കും ഇതും വരുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് വാല്യൂബിൾ ഫോർ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിളും പിന്നെ ആ ഒരു 7 സീറ്റർ വെഹിക്കിളും പ്രൈസിന് വാല്യൂബിൾ ആണോ എന്നുള്ളതും എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. നമുക്ക് പറയാൻ താല്പര്യമുണ്ട്. എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു 7 സീറ്റർ ആയിട്ട് പറയാൻ പറ്റില്ല എന്തായാലും. പക്ഷേ ഒരു ലോങ് വെഹിക്കിൾ, അത്യാവശ്യം ഒരു എസ്റ്റേറ്റ് കാറിൻ്റെ കുറച്ചും കൂടെ ഹൈറ്റ് കൂടിയ വെഹിക്കിളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബാക്കിൽ അത്രമാത്രം സ്പേസ് കൂടെ കൂടുതലുണ്ട്, ലഗേജ് സ്പേസ് ആയിട്ട്. വെരി യൂസബിൾ ലഗേജ് സ്പേസ്. ആ സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ബിഗ് എന്താ പറയുക, ഒരു എസ്റ്റേറ്റ് കാറിൻ്റെ അത്രയും മാത്രം സ്പേസ് ഉണ്ട്. ആ രണ്ട് വെഹിക്കിൾസിനും ഉണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി എ വെരി ഗുഡ് പ്ലസ് ആ GLCയുടെ അതേ ഡയമെൻഷൻസിൽ. പക്ഷേ ഇതൊരു 7 സീറ്റർ ആയിട്ട് എന്തായാലും പറയാൻ പറ്റില്ല. സോ 65 lakhs ഇങ്ങനത്തെ ഒരു കാറ് വാല്യൂബിൾ ആണെന്ന് നിങ്ങൾ പറയാം. പ്രൈസ് അനൗൺസ് ആയിട്ടില്ല. സോ യു ക്യാൻ ടെൽ മീ. സോ ദാറ്റ് വാസ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈവിൽ മലയാളം. ഞാൻ നന്ദു. ഇനി അടുത്തൊരു എപ്പിസോഡിൽ വേറൊരു വാഹനമായിട്ടും നമ്മൾ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി വീലിംഗ്.